ആലപ്പുഴ തുമ്പോളിയിൽ റിട്ടയർഡ് അധ്യാപിക ഏലിയാമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. വിവിധ വകുപ്പുകളിലായി 75,000 രൂപ പിഴയും നൽകണം. ഏലിയാമ്മയുടെ ബന്ധുവും അയൽവാസിയുമായ ഫ്രില്ലിയെയാണ് ആലപ്പുഴ കോടതി ശിക്ഷിച്ചത്. ആലപ്പുഴ തുമ്പോളയിൽ റിട്ടയർഡ് അധ്യാപിക ഏലിയാമ്മയെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഏലിയാമ്മയുടെ ബന്ധുവും അയൽവാസിയുമായ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 7-ാം വാർഡ് മാഞ്ഞാലിക്കാട് വീട്ടിൽ ഫ്രില്ലിയെ ആണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 ജഡ്ജി എം ഷുഹൈബ് ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായി 15 വർഷം വേറെയും തടവ് ശിക്ഷ വിധിച്ചു. ആലപ്പുഴ തുമ്പോളി ആലക്കാട്ടുശ്ശേരിയിൽ ഏലിയാമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് 16 വർഷത്തിനു ശേഷം വിധി വന്നത്. 2010 ഓഗസ്റ്റ് 12-നായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം. ഏലിയാമ്മയുടെ ഭർതൃ സഹോദര പുത്രന്റെ ഭാര്യ ഫ്രില്ലിയാണ് കൊല നടത്തിയത്. ഏലിയാമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകം. 4 വളയും 1 മാലയും ഉൾപ്പെടെ 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഫ്രില്ലി അപഹരിച്ചത്. പാതിരപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച ആഭരണങ്ങൾ പിന്നീട് പോലീസ് കണ്ടെടുത്തിരുന്നു. ഏലിയാമ്മയും ജോലിക്കാരിയും മാത്രമാണ് തുമ്പോളിയിലെ വീട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവ ദിവസം ജോലിക്കാരി വീട്ടിൽ പോയ സമയം അയൽവാസിയായ ഫ്രില്ലി ഏലിയാമ്മയുടെ വീട്ടിലെത്തിയാണ് കൊല നടത്തിയത്. മുഖത്ത് മുളക് പൊടി വിതറി പിന്നിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം കത്തി ഉപയോഗിച്ച് കൈകളിലും കഴുത്തിലും മുറിവ് ഉണ്ടാക്കുകയായിരുന്നു. വീഴ്ചയിൽ ഏലിയാമ്മയുടെ വാരിയെല്ലുകൾ പൊട്ടുകയും ചെയ്തു. പിന്നീട് ഏലിയാമ്മയുടെ സ്വർണ്ണവളകളും മാലയും മോഷ്ടിച്ചു. മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫ്രില്ലി ഇവിടെ നിന്ന് മടങ്ങിയത്. ആലപ്പുഴ നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനും പ്രതി ശ്രമിച്ചു. തമിഴ് നാടോടി സംഘത്തെ ഏലിയാമ്മയുടെ വീട്ടിൽ കണ്ടതായി മൊഴി നൽകിയ ഫ്രില്ലിയെ ആദ്യം പോലീസ് വിശ്വസിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിൽ ട്രെയിനിൽ നിന്ന് ഒരു നാടോടി സംഘത്തെ പിടികൂടിയെങ്കിലും ഇവർക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. തുടർന്ന് ഫ്രില്ലി പോലീസ് നിരീക്ഷണത്തിലായി. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. 2010 സെപ്റ്റംബർ 6-നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ KA തോമസ് ആണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CBCID ഇൻസ്പെക്ടർ A നസീർ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 70ഓളം സാക്ഷികളും നിരവധി തൊണ്ടിമുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് NB ഷാരി ഹാജരായി.